നമസ്കാരം, ഞാൻ നാസർ ബേപ്പൂർ. എല്ലാവർക്കും ചാനൽ 5+ലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആപ്തവാക്യം പറയാം. വാൾട്ടർ ലിപ്മാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദി ലിബർട്ടി ഓഫ് ദി പ്രസ്. ഓരോ മാധ്യമപ്രവർത്തകനും ഒരു വിശുദ്ധ ഗ്രന്ഥം പോലെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. പ്രത്യേകിച്ചും മാധ്യമ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവനും കോർപ്പറേറ്റ്വൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഓരോ മാധ്യമപ്രവർത്തകനും ഈ പുസ്തകം വായിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയും. അതിൽ വാൾട്ടർ ലിപ്മാൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞ് ചെകുത്താനെ ലജ്ജിപ്പിക്കുന്നതിലേറെയുള്ള ഒരു നിയമവും മാധ്യമപ്രവർത്തനത്തിൽ ഇല്ല എന്ന്. സത്യത്തിനെതിരെ നിൽക്കുന്ന ചെകുത്താന്മാരുടെ മുന്നിൽ നിർഭയമായി സത്യം പറയാൻ കഴിയുന്ന എത്ര മാധ്യമപ്രവർത്തകർ ഇന്നുണ്ട് എന്നെനിക്കറിയില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഒരു മുഖ്യധാര മാധ്യമ സ്ഥാപനത്തിലും ജോലി ചെയ്യാനാവില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാവും. അതുകൊണ്ട് തന്നെ ഇന്ന് എത്ര മാധ്യമപ്രവർത്തകർ ഈ ആപ്തവാക്യം ഓർമ്മിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. ഈ പുസ്തകം എത്ര മാധ്യമപ്രവർത്തകർ വായിച്ചു എന്നും അറിയില്ല. പക്ഷേ വാൾട്ടർ ലിപ്മാൻ്റെ ഈ ഒരു വാചകം ഒരശരീരി പോലെ ഇന്നും ഏറ്റവും പ്രസക്തമായി നമ്മോട് മന്ത്രിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇക്കാര്യം ഓർമ്മിച്ചുകൊണ്ട്, എന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, വളരെ നിഷ്പക്ഷമായ, ഒരു പക്ഷത്തിനും കൂട്ടുനിൽക്കാത്ത, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു സ്ഥാനാർത്ഥിയോടും പ്രത്യേക ചായ്വ് കാണിക്കാത്ത ഒരു വിലയിരുത്തലാണ് ഇവിടെ നടത്തുന്നത്. ഇതൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഒരു അന്വേഷണമാണ്. അതിലൂടെയുള്ള വിലയിരുത്തലും കണ്ടെത്തലുമാണ്. അത് ആർക്കും എതിരല്ല, ആർക്കും അനുകൂലവുമല്ല. പക്ഷേ ഞാൻ നേരിൽ കണ്ട, നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ആരെയും പേടിക്കാതെ ഇതിൽ വെട്ടി തുറന്ന് പറയുകയും ചെയ്യും. ഇത് പലർക്കും അഹിതമായിരിക്കാം, കാരണം സത്യം പലർക്കും അഹിതമായിരിക്കുമല്ലോ. പക്ഷേ സത്യം പറയുന്നതാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ പ്രഥമവും പ്രധാനവുമായ കടമ. ഈ ഒരു നിഷ്പക്ഷമായ വിലയിരുത്തലിൽ മാത്രമാണ് എനിക്ക് കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. പക്ഷേ എൻ്റെ കണ്ടെത്തലിൽ മനുഷ്യസഹജമായ തെറ്റുകളുണ്ടാവാം, പാകപ്പിഴകളും ഉണ്ടാകാം. അതെല്ലാം നിങ്ങളാണ് തിരുത്തേണ്ടത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, എന്നെ തിരുത്താം. ആ ഒരു മുൻകൂർ ജാമ്യത്തോടെ എൻ്റെ തിരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് കടക്കട്ടെ. ഇന്നാദ്യമായി വടക്കേ മലബാറിലെ കണ്ണൻ്റെ ഊര് കണ്ണനൂര് അഥവാ കണ്ണൂരിലേക്ക് പോകാം. കോലത്തിരിയുടെ നാടാണ് കണ്ണൂർ. പഴയ കോലത്തിരി രാജാക്കന്മാർ ഭരിച്ച നാട്. തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറയുമ്പോൾ ഇടതുപക്ഷത്തിനും ഐക്യമുന്നണിക്കും ഒരുപോലെ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണിത്. തെരഞ്ഞെടുപ്പിൽ പണ്ട് കാസർഗോഡും കണ്ണൂരുമെല്ലാം ചേർന്നിട്ടുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് ഉണ്ടായിരുന്നത്. അന്നിത് കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമല്ല, മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അന്നിവിടെ നടന്നത് ഐതിഹാസികമായ ഒരു പോരാട്ടമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലത്തെയും സമുന്നതനായ നേതാവ് AKG എന്ന AK ഗോപാലനും CK ഗോവിന്ദൻ നായരെന്ന കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവും തമ്മിലായിരുന്നു പോരാട്ടം. CK ഗോവിന്ദൻ നായരെന്ന കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവിനെ AKG നേരിടുന്ന പോരാട്ടം, AKG പോരാട്ടം എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. അതിൽ ചുരുങ്ങിയ വോട്ടിനല്ല, 77,000-ലേറെ വോട്ടുകൾക്കാണ് AKG CKGയെ മലർത്തിയടിച്ചത്. അന്നിവിടെ വന്ന് തന്നോട് മത്സരിച്ച് ജയിക്കാനുണ്ടോ എന്ന് AKG ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ച ഒരു ചരിത്രവുമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അത്രയും ആത്മവിശ്വാസമുള്ള മണ്ഡലമായിരുന്നു ഇത് എന്ന് പറയാനാണ് ഞാൻ ഇക്കാര്യം ഓർമ്മിച്ചത്. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ കണ്ണൂർ മണ്ഡലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും തലശ്ശേരിയുടെ ഭാഗമായി മാറി. അത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ MK ജിനചന്ദ്രൻ, നമ്മുടെ പ്രിയപ്പെട്ട സഞ്ചാര സാഹിത്യകാരൻ SK പൊറ്റക്കാടിനെ നേരിടുന്ന ഒരു മത്സരമായിരുന്നു അത്. ഇടതു സ്വതന്ത്രനായിട്ടാണ് SK പൊറ്റക്കാട് മത്സരിച്ചത്. അതിൽ 1000 വോട്ടുകൾക്ക് SK പൊറ്റക്കാട് തോൽക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് അതിനേക്കാൾ എടുത്തു പറയേണ്ട പ്രത്യേകതകളുണ്ടായിരുന്നു. പൊറ്റക്കാടിനെ നേരിടാൻ അവിടെ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, KT സുകുമാരൻ എന്ന
സാക്ഷാൽ സുകുമാർ അഴീക്കോടിനെ തന്നെയായിരുന്നു. അഴീക്കോട് പൊറ്റേക്കാട് രണ്ട് സാഹിത്യകാരന്മാർ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം. പൊറ്റക്കാട് ഇടതു സ്വതന്ത്രൻ, അഴീക്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇതിൽ ചുരുങ്ങിയ വോട്ടിനൊന്നുമല്ല, ഏകദേശം എൻ്റെ ഓർമ്മയിൽ 64,000-ലേറെ വോട്ടുകൾക്ക് ആണ് SK അഴീക്കോട് സാറിനെ പരാജയപ്പെടുത്തിയത്. അതോടെ അഴീക്കോട് സാറ് തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. എന്നാലും അദ്ദേഹം മരിക്കുന്നത് വരെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അത് കരുണാകരൻ്റെയും ആൻ്റണിയുടെയും ഒന്നും കോൺഗ്രസ് അല്ല, സോണിയാഗാന്ധിയുടെ കോൺഗ്രസ്സുമല്ല, നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും കോൺഗ്രസ് ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അത് അദ്ദേഹം എവിടെയും പറയാറുമുണ്ടായിരുന്നു. ഞാൻ തന്നെ അത് കേട്ടിട്ടുണ്ട്. ആ കോൺഗ്രസ് ഇല്ലാതായതിൻ്റെ വേദന അദ്ദേഹം പലപ്പോഴും പല പ്രസംഗങ്ങളിലും പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അത് പോട്ടെ, അത് വേറെ കാര്യം, ഭംഗ്യധരനോട് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് കണ്ണൂരിലേക്ക് വരാം. 1971 തിരഞ്ഞെടുപ്പാണ് പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത്. CPIയും CPMും തമ്മിലായിരുന്നു ഇവിടെ അന്ന് പോരാട്ടം ഉണ്ടായിരുന്നത്. അതിൽ CPIയുടെ CK ചന്ദ്രപ്പനെ ആണ് നേരിട്ടിരുന്നത്. CK ചന്ദ്രപ്പൻ ആണ് ഇവിടെ വിജയിച്ചത്. അന്ന് കോൺഗ്രസിനൊപ്പമാണ് CPI മത്സരിച്ചതെന്ന് ഓർക്കണം. നിലവിലുള്ള MP-യും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീപ്പൊരി നേതാവുമായിരുന്ന പാട്യം ഗോപാലിനെയാണ് അദ്ദേഹം നേരിട്ടത്. അങ്ങനെ പാട്യം ഗോപാലിനെ ഐതിഹാസികമായ തെരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുത്തിയാണ് അവിടെ ചന്ദ്രപ്പൻ വിജയിക്കുന്നത്. 1977 തലശ്ശേരി എന്ന പേര് മാറി കണ്ണൂർ മണ്ഡലം രൂപീകരിക്കപ്പെട്ടപ്പോൾ വീണ്ടും ചന്ദ്രപ്പൻ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ K കുഞ്ഞമ്പു വിജയിച്ചു. പക്ഷേ ഇടതുപക്ഷത്തിനൊപ്പമാണ് അന്ന് കോൺഗ്രസ് എന്നറിയപ്പെടുന്ന ആൻ്റണി വിഭാഗം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്ദിരാ കോൺഗ്രസിനെ തോൽപ്പിച്ചാണ് അവിടെ കോൺഗ്രസ് വിജയിക്കുന്നത്. അക്കാലത്ത് ഇന്ദിരാഗാന്ധിയെയും ഇന്ദിരാ കോൺഗ്രസ്സുകാരെയും ആൻ്റണിയും കൂട്ടരും പറയാത്ത തെറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ദിരയെ ഭാരതയക്ഷി എന്ന് ആൻ്റണി വിളിക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടതല്ല, എൻ്റെ ഈ ചെവി കൊണ്ട് നേരിട്ട് കേട്ടതാണ്. അക്കാലത്ത് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ആൻ്റണി പറഞ്ഞ പോലെയുള്ള ആരോപണങ്ങൾ, അപഹാസങ്ങൾ ഇന്ന് വരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പോലും പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇന്ദിരാഗാന്ധി ജയിച്ചപ്പോൾ ആ യക്ഷിക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കാനും ആൻ്റണിക്ക് ഒട്ടും ഉളുപ്പുണ്ടായിരുന്നില്ല. ഇത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. അതാണ് ആൻ്റണി, അത് തന്നെയാണ് ആൻ്റണി. ആർക്കും ആൻ്റണിയെ മറച്ചിനാക്കാൻ കഴിയില്ല. ആദർശത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി ആദർശം പണയം വയ്ക്കുന്ന ആദർശ പ്രസംഗകൻ, അതാണ് ആൻ്റണി. രാഷ്ട്രീയത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ അവസരവാദി ആരെന്ന് ചോദിച്ചാൽ അത് AK ആൻ്റണി ആണെന്ന് പറയാൻ എനിക്കൊട്ടും ആലോചിക്കേണ്ടി വരില്ല. അതിവിടെ വിഷയമല്ല. ഒരുപാട് ഉദാഹരണങ്ങൾ നിർത്തി മറ്റൊരവസരത്തിൽ നമുക്ക് വിഷയമാക്കാവുന്നതാണ്. അക്കാലത്ത് ഇന്ദിരയുടെ പിറകിൽ ഉറച്ചു നിന്ന നേതാവായിരുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ. കണ്ണൂരിൽ 1984 മുല്ലപ്പള്ളി മത്സരിച്ച് വിജയിക്കുന്നത്. തുടർച്ചയായിട്ട് 5 തവണയാണ് മുല്ലപ്പള്ളി ഇവിടെ നിന്നും വിജയിച്ചു കയറുന്നത്. അങ്ങനെ മുല്ലപ്പള്ളിയുടെ മണ്ഡലം എന്ന പേരിലാണ് കണ്ണൂർ പിന്നീട് അറിയപ്പെട്ടത്. ആ കോട്ട തകർക്കാനാണ് ഇടതുപക്ഷം കഴിയാവുന്ന വേലത്തരങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരെ അഴിച്ചുവിട്ടത്. പക്ഷേ അഴിമതിയുടെ കറ പുരളാത്ത, സ്വഭാവദൂഷ്യം ഒട്ടും ആരോപിക്കാൻ കഴിയാത്ത മുല്ലപ്പള്ളി പിടിച്ചു നിന്നു. ആ വിജയം ആവർത്തിക്കാതിരിക്കാനാണ് ഇടതുപക്ഷം അന്ന് DYFIയുടെ യുവനേതാവായ അബ്ദുള്ളക്കുട്ടി എന്ന അത്ഭുതക്കുട്ടി അവതരിപ്പിച്ചത്. താനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമല്ല, തികഞ്ഞ മതവിശ്വാസി കൂടിയാണെന്ന് കാണിക്കാൻ അന്ന് അബ്ദുള്ളക്കുട്ടി കാണുന്ന മക്കാമുകളിലും പള്ളികളിലും എല്ലാം പോയി നമസ്കരിച്ചു എന്നാണ് അവിടെ നിന്ന് പറഞ്ഞു കേൾക്കുന്നത്. അവസരവാദത്തിൻ്റെ മറ്റൊരു പേരാണ് അബ്ദുള്ളക്കുട്ടി. ഏതായാലും അബ്ദുള്ളക്കുട്ടി അത്ഭുതക്കുട്ടിയായി. 13ാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അബ്ദുള്ളക്കുട്ടി വിജയിച്ചു. പിന്നീട് 14ാം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അബ്ദുള്ളക്കുട്ടി തന്നെ അത്ഭുതക്കുട്ടിയായി മാറി. പക്ഷേ അപ്പോഴേക്കും അബ്ദുള്ളക്കുട്ടിയെ സ്വന്തം പാർട്ടിക്കാർക്കും പാർട്ടിക്കാരെ അബ്ദുള്ളക്കുട്ടിക്കും മടുത്തിരുന്നു. സത്യം പറഞ്ഞാൽ വോട്ടർമാർക്കും അബ്ദുള്ളക്കുട്ടിയെ ഒട്ടൊക്കെ മടുത്തു കഴിഞ്ഞിരുന്നു എന്നാണ് അറിവ്. പിന്നീടാണ് K സുധാകരൻ അവിടെ വിജയിക്കുന്നത്. പക്ഷേ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ PK ശ്രീമതി ടീച്ചറായിരുന്നു വിജയിച്ചത്. ടീച്ചർ പാർലമെൻറ്റിൽ പോയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്നൊരു അപഖ്യാതി
ഉണ്ടായിരുന്നു. ടീച്ചറുടെ പാർലമെൻറ്റിലെ ഇംഗ്ലീഷ് പ്രസംഗത്തെ ഒക്കെ പലരും കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിലാണ് സുധാകരൻ വീണ്ടും അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇപ്പോൾ MP മാത്രമല്ല, KPCC പ്രസിഡൻ്റ് കൂടിയാണ് സുധാകരൻ. പക്ഷേ രണ്ടിലും ജനങ്ങളുടെ മനസ്സ് കവർന്നെടുക്കാൻ, അവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം പിടിക്കാൻ സുധാകരന് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയും. ഇത് എൻ്റെ ഒരു വിലയിരുത്തലല്ല, അവിടെ നിന്നുള്ള പൊതുവായ ആളുകളുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. അപ്പോൾ അവരാണല്ലോ ശരിക്ക് വിധി പറയേണ്ടത്. ഈ പാർട്ടിക്കാരല്ല, ഒരു തെരഞ്ഞെടുപ്പിലും പാർട്ടിക്കാരല്ല വിധി പറയുന്നത്. നിഷ്പക്ഷമതികളായ വോട്ടർമാരാണ് വിധി നിർണ്ണയിക്കുന്നത്. മാത്രമല്ല, മണ്ഡലത്തിലെ മതേതര വോട്ടർമാർക്കിടയിലും സുധാകരൻ ഇന്ന് സംശയത്തിൻ്റെ മുനയിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ മുനയിൽ നിർത്തുന്ന ഒരു പ്രചാരണമാണ് CPM അവിടെ നടത്തുന്നത്. അദ്ദേഹം വിജയിച്ചാൽ BJPയിൽ പോകുമോ എന്ന് ഒരു ഉറപ്പും പറയാനാവില്ല എന്ന തരത്തിലുള്ള വളരെ ആസൂത്രിതമായ ഒരു പ്രചാരണ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. ഇതിന് സുധാകരൻ കടുത്ത ഭാഷയിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ മറുപടി പറയുന്നുമുണ്ട്. അതെ, ജയരാജനാണല്ലോ എൻ്റെ രാഷ്ട്രീയ ഗുരു. അദ്ദേഹമാണല്ലോ തീരുമാനിക്കുന്നത്. അദ്ദേഹം പറയുമ്പോൾ അനുസരിക്കാൻ എനിക്ക് മാർഗമുള്ളൂ. വായെ തോന്നിയത് വിളിച്ചു പറയുന്ന കോതക്ക് പാട്ടെന്ന് പറയുന്ന ജയരാജൻ്റെ വാക്കോട് പ്രതികരിക്കുന്നത് തന്നെ എനിക്ക് നാണക്കേടാണ്. എന്നിട്ടും ഇടതുപക്ഷം ചർവണം ചെയ്ത പോലെ ഈ ആരോപണവുമായി ഇപ്പോഴും സുധാകരനെതിരെ പ്രസംഗിച്ച് നടക്കുന്നത് തീർച്ചയായും രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് പറയാതിരിക്കാനാവില്ല. പക്ഷേ അത് അങ്ങനെ പറഞ്ഞ് തള്ളാനും കഴിയില്ല. അനുഭവം വേറെയാണ്. താൻ BJPയിലേക്ക് പോകുമെന്നത് വെറും ഒരു തമാശയാണെന്ന് പറഞ്ഞ സാക്ഷാൽ ലീഡർ K. കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ഒരൊറ്റ ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞ് വാക്ക് മാറ്റി BJPയിലെത്തിയ ചരിത്രം ഇവിടെയുണ്ട്. കണ്ണൂർക്കാർക്ക് വേറെ എവിടേക്കും പോകണ്ട, കണ്ണൂർ തന്നെ നോക്കിയാൽ മതി. അവിടെയും NDA സ്ഥാനാർത്ഥി അടുത്ത കാലം വരെ കോൺഗ്രസ് ആയിരുന്ന, വെറും കോൺഗ്രസ് അല്ല, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച നേതാവാണ് രഘുനാഥ്. ഇന്നിപ്പോൾ BJP ആണ്. ഇങ്ങനെ കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ BJPയിലേക്ക് ചേക്കേറുന്ന നാണം കെട്ട ഒരവസ്ഥ നാട്ടിലുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സുധാകരൻ വീണ്ടും ഇവിടെ നിന്നും ജനവിധി തേടുന്നത്. എന്നാലും ഇവിടെ പ്രധാന എതിരാളി NDA സ്ഥാനാർത്ഥി രഘുനാഥ് അല്ല, ഇടതുപക്ഷത്തിൻ്റെ MV ജയരാജൻ തന്നെയാണ്. ജയരാജനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ പാർട്ടിക്കാരുടെ ഇടയിൽ നല്ല ജനസമിതിയുള്ള ഒരു നേതാവാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ രംഗത്ത് നല്ല വേരോട്ടമുള്ള അടിത്തറയുള്ള നേതാവാണ്. കണ്ണൂരിനെ അറിയുന്ന നേതാവാണ്. അതേസമയം പാർട്ടിക്കാരല്ലാത്തവരുടെ മനസ്സിൽ വലിയ ഒരിടമൊന്നും ജയരാജനും ഇല്ല എന്നത് വേറൊരു യാഥാർത്ഥ്യവുമാണ്. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് കണ്ണൂർ ജയരാജത്രയങ്ങൾ എന്നറിയപ്പെടുന്ന 3 ജയരാജന്മാരും. ഇതിൽ തന്നെ ധാർഷ്ട്യക്കാരനായ ഒരു പാർട്ടിക്കാരനാണ് MV ജയരാജൻ. സുധാകരനും ധാർഷ്ട്യത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിറകിലല്ല. രണ്ടുപേരും ആരെടാ എന്ന് ചോദിച്ചാൽ ഞാനെടാ എന്ന് പറയുന്ന സ്വഭാവക്കാരാണ്. രണ്ടുപേരും പാർട്ടി നോക്കി മാത്രം ആളുകളെ സഹായിക്കുകയും ആളുകളോട് ചിരിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരുമാണ്. ഇതൊക്കെ കുറച്ചെങ്കിലും NDA സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ വോട്ട് വീഴാൻ ഇടയാക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അടുത്ത കാലം വരെ കോൺഗ്രസ്സുകാരനായിരുന്ന രഘുനാഥിന് BJP അനുഭാവമുള്ള കോൺഗ്രസ്സുകാരുടെ കുറച്ചെങ്കിലും വോട്ട് പിടിച്ചെടുക്കാൻ കഴിയും. കാരണം രഘുനാഥ് പാർട്ടിയിൽ അത്ര എഴുതിത്തള്ളാവുന്നൊരു നേതാവല്ല. കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഉള്ള വിള്ളലുകളും മുറുമുറുപ്പുകളും അടിയൊഴുക്കുകളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമെല്ലാം അറിയാവുന്ന നേതാവാണ്. സുധാകരൻ്റെ കളരിയിൽ പഠിച്ച നേതാവാണ്. പലപ്പോഴും സുധാകരനോട് ഇടഞ്ഞു നിന്ന നേതാവാണ്. എന്നാലും BJPക്ക് ഇവിടെ വിജയത്തിനടുത്തൊന്നും എത്താനുള്ളൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതേസമയം സുധാകരനെ തോൽപ്പിക്കാൻ ഒരു പക്ഷേ ഈ വോട്ട് മതിയാകുകയും ചെയ്യും. മാത്രമല്ല, മോൺസൺ മാവുങ്കൽ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സുധാകരൻ. അതിനെല്ലാം പുറമെ സുധാകരൻ ഇപ്പോൾ തന്നെ ഒരു അസുഖക്കാരനുമാണ്. പലപ്പോഴും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാറില്ല.
KPCC അധ്യക്ഷ സ്ഥാനം പോലും നേരായിട്ട് നോക്കി നടത്താനുള്ള പ്രാപ്തിയില്ലാത്തപ്പോഴാണ് MP സ്ഥാനത്തേക്കുള്ള മത്സരം. സുധാകരൻ തന്നെ ഇനിയില്ല എന്ന് പറഞ്ഞിട്ടും ഹൈക്കമാൻഡ് നിർബന്ധിച്ച് മത്സരിപ്പിക്കുന്നതാണ്. അതുമാത്രമല്ല, സിറ്റിംഗ് സീറ്റിൽ തോറ്റാൽ അത് KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയാനുള്ള ഒരു നിമിത്തമായി മാറുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. സുധാകരനും അതറിയാത്തതൊന്നുമല്ല, നന്നായിട്ടറിയാം. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശന് മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു നേതാവാണ് അദ്ദേഹം. പണ്ട് KC വേണുഗോപാലിന് ഏറെ പ്രിയപ്പെട്ട നേതാവായിരുന്നു സുധാകരൻ. സുധാകരൻ്റെ കളരിയിലാണ് KCയും അന്ന് രാഷ്ട്രീയം പഠിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ പ്രിയം കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിവ്. ശരിക്കും പറഞ്ഞാൽ വേണുഗോപാലിനാണല്ലോ ഇപ്പോൾ കേരളത്തിലെ ഹൈക്കമാൻഡ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിനും ഇപ്പോൾ സുധാകരൻ അത്ര പ്രിയപ്പെട്ടവനൊന്നുമല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ തോറ്റാൽ അതോടൊപ്പം KPCC അധ്യക്ഷ പദവിയും തെറിക്കാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് സുധാകരൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞത് വേറെ ഒരു കാരണം കൊണ്ടുമല്ല, ഈ ഒരു ഭയം കൊണ്ട്. അല്ലാതെ MP ആകാൻ കൊതിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. എല്ലാ കോൺഗ്രസ്സുകാരെയും പോലെ എല്ലാ അധികാരങ്ങളും കൈപ്പിടിയിൽ ഒതുക്കാൻ വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് സുധാകരൻ. പക്ഷെ അതൊന്നും പാർട്ടിക്കാരല്ലാത്ത വോട്ടർമാർക്ക് അറിയാൻ സാധ്യതയില്ല. അവരൊക്കെ ചിന്തിക്കുന്നത് വേറൊരു കാര്യമാണ്. ഇനിയെങ്കിലും ഇങ്ങോട്ടൊന്ന് മാറി നിന്നുകൂടെ? ഇതാണ് നിഷ്പക്ഷമതികളായ വോട്ടർമാർ ആലോചിക്കുന്നത്. അങ്ങനെ അവർ ചിന്തിക്കുന്നതിൽ കുറ്റം പറയാനും പറ്റില്ല. പക്ഷേ ജയരാജനും രഘുനാഥിനുമായിരിക്കും അത് തുണയായി മാറുക. അതിൽ വിജയിക്കാനുള്ള സാധ്യത ഞാൻ തെളിഞ്ഞു കാണുന്നത് MV ജയരാജന് തന്നെയാണ്. പക്ഷേ സ്വന്തം പാർട്ടിക്കാർ തന്നെ ജയരാജനെ തോൽപ്പിച്ചാൽ അതിൽ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല. അതിനുള്ള നേരിയ സാധ്യതയും അവിടെയുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, ഞാൻ കണ്ടും കേട്ടും മനസ്സിലാക്കിയെടുത്ത അഭിപ്രായം. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ അഭിപ്രായങ്ങളുണ്ടാകും. അത് മാനിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇത് ഞങ്ങളുടെ അഭിപ്രായം മാത്രം പറയാനുള്ള ചാനലല്ല. നിങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള, തുല്യ പങ്കാളിത്തമുള്ള ചാനലാണ്. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. കണ്ണൂരിൽ ആര് ജയിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അറിയിക്കാവുന്നതാണ്. എല്ലാ മണ്ഡലങ്ങളുടെയും വിജയികളെ ഏറ്റവും കൃത്യമായി പ്രവചിക്കുന്ന ഒരാൾക്ക് തജ്വി ഗോൾഡ് നൽകുന്ന 1 പവൻ സ്വർണം സമ്മാനമായി നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇനി മടിക്കണ്ട, ഇപ്പോൾ തന്നെ കണ്ണൂരിൽ ആര് ജയിക്കും എന്ന് അറിയിച്ചോളൂ. അപ്പോൾ വീണ്ടും നാളെ വേറെ ഒരു മണ്ഡലവുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.